Greetings to you all in the mighty and precious name of Jesus Christ. ഇന്നലെ യഹൂദന്മാരുടെ രാജാവ് അല്ല, ദ കിങ് ഓഫ് ജ്യൂസ് ഹാസ് ബിക്കം മൈ കിങ്. ആ ദൈവത്തിൻ്റെ വചനം അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല, ബിക്കോസ് ദ സ്റ്റോറേജ് സ്പേസ് ഓഫ് മൈ വീഡിയോ വാസ് ഫിനിഷ്ഡ്. അതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഞാൻ ഈ വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ അമുഖമായി പറയുകയാണെങ്കിൽ, ഐ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ INRA റൈറ്റിംഗ് ഓൺ ദ ക്രോസ്. കാൽവറി കുരിശിൽ എഴുതി വെച്ചിരിക്കുന്നവൻ യഹൂദന്മാരുടെ രാജാവ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ എ ന്യൂ ക്രോസ് വാസ് വിസിബിൾ ടു മീ, വേർ ഇറ്റ് വാസ് റിട്ടൺ, ഹീ ഈസ് ദ കിങ് ഓഫ് ഷിബു തോമസ്. അവൻ എൻ്റെ രാജാവായി തീർന്നു. അവൻ്റെ മരണത്തോടും ഉയർപ്പിനോടും കൂടി അവൻ എൻ്റെ രാജാവായി തീർന്നു എന്ന് ഞാൻ നിങ്ങളോട് വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ആ മരണത്തിൽ, കർത്താവിൻ്റെ മരണം സംഭവിച്ച ക്ഷണത്തിൽ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. ഈ കർത്താവിൻ്റെ മരണത്തോടു കൂടി ഞാൻ ക്രിസ്തുവിൽ മരിച്ച്, കർത്താവ് ഹാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീ അറ്റ് ദ ക്രോസ്. കർത്താവ് യേശു ക്രിസ്തു എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കാൽവറി കുരിശിൽ. എൻ്റെ പാപത്തെ, അതെല്ലാം ഞാൻ വളരെ വിശദമായി നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ സകല പാപ അശുദ്ധികളെയും അവൻ ഏറ്റെടുത്ത് അവൻ എനിക്ക് വേണ്ടി കാൽവറി കുരിശിൽ മരിച്ചു. ആ മരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും കല്ലറകൾ വിട്ട് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഫെസ്യരിലേക്ക് വാട്ട് വിൽ ഹാപ്പൻ ടു മീ ആൻഡ് വാട്ട് ഷുഡ് ഹാപ്പൻ ടു മീ എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അവിടെ വെച്ചാണ് നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചു പോയത്. അതിൽ ഞാൻ മാത്യു 26 ചാപ്റ്ററിൻ്റെ ഒരു വചനം ഞാൻ വിട്ടുപോയി. കർത്താവ് മരിച്ച ക്ഷണത്തിൽ, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ട് എന്ന് പറഞ്ഞ ആ പ്രാണനെ, ആത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്ന സമയത്ത് മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽ തൊട്ടടിയോളം നടുവേ ചിന്തിപ്പോയി എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് ദ ബേസിക്സ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ, പാപിയായിരുന്ന എന്നെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത്, ആമേൻ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് എന്നോടുകൂടെ ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരിക്കലായിട്ട് പ്രവേശിച്ചു എന്ന ദൈവത്തിൻ്റെ അത്ഭുത വചനത്തിൻ്റെ അടിസ്ഥാനമാണ് ആ വചനം. ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ ബേസിസ് ഓഫ് എ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച്. എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ വിശ്വാസത്താൽ മരണത്തെ ജയിക്കുകയാണ്. യു ഡോണ്ട് ഡൈ. അത് ഇൻഫാക്റ്റ് മാർത്തയോടും മറിയോടും കർത്താവായ യേശുപ്പച്ചൻ ആ വചനം പറഞ്ഞുവെങ്കിലും അവർക്കോ കൂടി നിൽക്കുന്നവർക്കോ ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു പുതിയ നിയമസഭയുടെ അടിസ്ഥാനമായിരിക്കണം ഈ ദൈവത്തിൻ്റെ വചനം. അതെന്താണെന്ന് ചോദിച്ചാൽ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഇത് അപ്പോസ്തലന്മാരല്ല പറഞ്ഞത്, ഇത് പ്രവാചകന്മാരല്ല പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശുപ്പച്ചനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, ഈ കാൽവരി കുരിശിലെ ആ കർത്താവിൻ്റെ മരണത്തോട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എങ്കിൽ, കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ നീ യു ആർ ഡെഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ മരിച്ച് യഹോവയായ ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ഷിബു തോമസ് എന്നുള്ള വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി ഇന്ന് ഈ ഭൂമിയിലില്ല. ഹി ഡോണ്ട് ഹാവ് എൻ എക്സിസ്റ്റൻഷ്യൽ വാല്യൂ. ഷിബു തോമസ് എന്നുള്ള വ്യക്തിക്ക് ഡസൻ ഹാവ് എൻ എക്സിസ്റ്റൻഷ്യൽ വാല്യൂ. ദെൻ ഹൂ ഈസ് ലിവിങ്? പൗലോസിൻ്റെ ലേഖനങ്ങൾ കൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് മീ ഹൂ ഈസ് ലിവിങ്, ദ റെസറക്റ്റഡ് ലോർഡ് ആൻഡ് സേവിയർ. കർത്താവാണ് ജീവിക്കുന്നത് എന്നിൽ കൂടെ ജീവിക്കേണ്ടത് കർത്താവാണ്. അവിടെ ഷിബു എന്ന വ്യക്തിക്കോ ഈ ലോകത്തിനോ യാതൊരു സാങ്ക്ടിറ്റിയുമില്ല. അത് മരിച്ചിരിക്കുന്നു. ഞാൻ ജഡത്തിന് മരിച്ചിരിക്കുന്നു. എൻ്റെ ജഡം ക്രിസ്തുവിൽ മരിച്ച് അവനോടുകൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വചനത്തിൻ്റെ സത്യമാണ് മാർത്തയോട് വിളിച്ചു പറഞ്ഞത്. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ക്രിസ്ത്യൻസ് ടേക്ക് റെഫ്യൂജ് ഇൻ ദ ഫസ്റ്റ് വേർഡ്.
ആദ്യത്തെ വാക്യം മാർത്തയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ വചനം ഇറ്റ് ഈസ് നോട്ട് ഫോർ യു ആൻഡ് മീ. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടല്ല ആ വചനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുന്നത് പഴയ നിയമവിശ്വാസിക്ക് വേണ്ടിയിട്ടാണ്. അതെങ്ങനെ പഴയ നിയമവിശ്വാസിക്ക് വേണ്ടി? കർത്താവായ യേശു അപ്പച്ചൻ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു. കല്ലറകളിൽ ഇരിക്കുന്നവർ എൻ്റെ ശബ്ദം കേൾക്കുകയും എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കർത്താവ് മരിച്ചിട്ട് പാതാളത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. കർത്താവ് അവിടെ ചെന്ന് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചപ്പോൾ വിശ്വസിച്ചവർ അവർ ഉയർത്തെഴുന്നേറ്റു. അതാണ് നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളല്ല ഉയർത്തെഴുന്നേറ്റത്. വചനത്തിൽ വളരെ വ്യക്തമായി നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അത് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അതുകൊണ്ട് ആത്മാവല്ല ആ പ്രത്യക്ഷമായവർ കണ്ടത്. അതുകൊണ്ട് they could identify who was them. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോട് കൂടി വന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭൂതങ്ങളെ കാണുന്ന പോലെ നിങ്ങൾ പേടിക്കുന്നതെന്ത്? ഭൂതത്തിന് അസ്ഥിയും മാംസവും ഉണ്ടോ? എന്തെങ്കിലും കഴിപ്പാൻ എന്താ? എല്ലാവരുടെ മുന്നിൽ വെച്ച് അവർ കഴിച്ചു. ശരീരത്തോടു കൂടിയുടെ കർത്താവിനെ ശിഷ്യന്മാർ ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് പഴയ നിയമകാലത്തെ വിശുദ്ധന്മാർ മുഴുവൻ ശരീരത്തോടു കൂടി, അത് ഈ നമ്മൾ ധരിക്കുന്ന ഈ ശരീരം ഒരിക്കലും ആയിരിക്കില്ല. ആമീൻ. ആ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിൽ അവർ എടുക്കപ്പെട്ടു. പുതിയ ശരീരം അവർ ധരിച്ചു. ആ ശരീരത്തോടു കൂടിയാണ് ഈ കർത്താവിനെ വിസിബിളായ എങ്ങനെയാണോ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ശരീരത്തോടു കൂടി ചെന്ന് ആ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായപ്പോഴാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്തത് ഇന്ന ആളാണ് എന്നുള്ളത്. അത് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് ദ ബേസിക്സ് ഓഫ് it should be the basics of a New Testament church. എന്ന് പറഞ്ഞാൽ majority of the Christians even today believe that എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കാൻ ഇരിക്കുകയാണ്. അമ്മേൻ. പുതിയ നിയമ വിശ്വാസി നോ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ടു യു. നീ ഇപ്പോൾ വിശ്വസിക്കണം. ഇപ്പോൾ നീ ക്രിസ്തുവിനോടുകൂടെ മരിക്കണം, ക്രിസ്തുവിനോടുകൂടെ അടക്കണം. ഇപ്പോൾ നീ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണം. ആമേൻ. അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. യു വിൽ നോട്ട് ഹാവ് അനദർ ചാൻസ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവിനോടുകൂടെ മരിച്ച് അവൻ എൻ്റെ രാജാവായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു മീ ഓർ വാട്ട് ഷുഡ് ഹാപ്പൻ ടു യു? അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് എഫേസ്യർ 1-ാം അധ്യായത്തിൻ്റെ ആ വചനങ്ങൾ ഞാൻ ഷെയർ ചെയ്തത്. അതിൽ ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ ആ എഫേസ്യർ 1 മുതൽ കീഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്വർഗത്തിലെ പുതിയ നിയമവിശ്വാസിയുടെ അനുഗ്രഹത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും റെസ്റ്റോറേഷനെക്കുറിച്ചും ഞങ്ങളോട് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ നിയമവിശ്വാസി, വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസി, അവൻ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തേശുവിൽ പിതാവായ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കാലം തികഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു. ആ ഹിതത്തിൻ്റെ മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എഫേസ്യർ 1 പറഞ്ഞിരിക്കുന്ന മർമ്മം എന്ന് പറഞ്ഞാൽ കാലസമ്പൂർണതയിൽ സ്വർഗവും ഭൂമിയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നുള്ളതാണ് ആ ഹിതത്തിൻ്റെ മർമ്മം, മിസ്റ്ററി. ഇത് ഭൂരിഭാഗം പുതിയ നിയമ ക്രിസ്ത്യാനി കാത്തിരിക്കുക. ഇനി ആ അവസാനം ഉയർത്തെഴുന്നേറ്റ് 21 വെളിപ്പാട് 21 സംഭവിക്കുന്ന കാണത്തക്ക വിധമുള്ള സ്വർഗരാജ്യത്തിൽ പിതാവായ ദൈവം വെളിച്ചം സൂര്യനായിരിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രനായിരിക്കുന്ന, അവിടെ പകലും രാത്രിയുമില്ല. കാരണം പിതാവായ ദൈവമാണ് വെളിച്ചം. അപ്പോൾ ആ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ല. വി ആർ ഓൾറെഡി ആ ഉയർത്തെഴുന്നേറ്റ് വി ആർ ഓൾറെഡി ഇൻ ടു ദാറ്റ് കിങ്ഡം ഓഫ് ഹെവൻ ബൈ ഫെയ്ത്ത്. അതാ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ എഫേസ്യർ 1 മുതൽ ഞാൻ കീഴോട്ടുള്ളത് നിങ്ങളോട് എളുപ്പത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ എന്നെയും നിങ്ങളെയും നിറച്ചു. ആ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും. പ്രിയപ്പെട്ടവരെ, ഒന്നും ഇനിയും ബാക്കി വെച്ചിട്ടില്ല. ക്യാൻ യു ബിലീവ് ദിസ്? സ്വർഗത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും
നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അത് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, പിതാവ് എന്നോട് അറിയിച്ചത് മുഴുവൻ ഞാൻ നിങ്ങളെ അറിയിച്ചു വരികക്കുന്നു. ആയതിനാൽ നിങ്ങളെ ഇനിയും എൻ്റെ ശിഷ്യന്മാരെന്നല്ല, നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാർ, നിങ്ങൾക്ക് വെളിപ്പെടുത്താത്തതായി ഒന്നുമില്ല എന്ന് കർത്താവ് അതിനകത്തിൽ സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആകയാൽ എല്ലാ ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ നിറച്ചു. എന്തിനാണ് നമ്മളെ നിറച്ചത്? നമ്മൾ മുൻനിയമിക്കപ്പെട്ടവരാണ്. അങ്ങനെ ആ മുൻനിയമിക്കപ്പെട്ട നമ്മളെ ഇതിൽ പറയുകയാണ്, അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ. ആ ഹിതത്തിൻ്റെ മർമ്മം പൗലോസ് അതിൽ എഫെസ്യർ 1 പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിശുദ്ധന്മാരിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസിയിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയുക. അവൻ്റെ അവകാശത്തിൻ്റെ വീണ്ടും ജനിക്കപ്പെട്ട ഒരു പുതിയതായി ജനിപ്പിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ അവകാശം. ഷിബുവിൻ്റെ അല്ല, അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ച ഈ ജഡീകനായ ഷിബു അല്ല, വീണ്ടും ജനിക്കപ്പെട്ട ഷിബു, പുതിയ മനുഷ്യനെ ധരിച്ച് അവൻ്റെ അവകാശം എന്താണെന്ന് നിങ്ങളും അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ആ അവകാശത്തെക്കുറിച്ചാണ് താഴോട്ട് പൗലോസ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആ വലിപ്പം, ആ അളവറ്റ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. അപ്പം ഈ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തി, അത്യന്ത ശക്തി, മറിയയുടെ മേൽ പകരപ്പെട്ട ആ അത്യുന്നതൻ്റെ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ അവൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. ഇരുത്തിയിട്ട് അവനെ സകല കർത്തൃത്വത്തിനും ശക്തിക്കും വാഴ്ചയ്ക്കും അധികാരത്തിനും മീതയാക്കി. ഈ ലോകത്തിലും ശ്രദ്ധിച്ചുകൊള്ളണം പ്രിയപ്പെട്ടവരെ, ദിസ് ഇസ് എ റെവലേഷൻ. ഇത് എന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസിക്കും ഇതൊരു റെവലേഷനാകണം. ഈ ലോകത്തിൽ നീ ജീവിച്ചിരിക്കും ഇപ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാത്തിരിക്കണ്ട, ഇരിക്കണ്ട എന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം അവനെ ആക്കി വച്ചിട്ട് അവനെ ഈ ലോകത്തിലും വരുവാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെളിപാടിൽ 21 നിങ്ങൾ കാണത്തക്ക വിധമുള്ള സ്വർഗരാജ്യം വരുന്ന സമയത്ത് ആമേൻ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിലും വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്നതിലും ആയ സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സകലതും അവൻ്റെ കാൽ കീഴാക്കി വെച്ച്. ഇനിയും ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ, ഈ വചനം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തീയായി വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തീയായി വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാൽ കീഴാക്കി വെച്ച് അവനെ, ആരെ? ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ. നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സാധാരണ വിശ്വാസി സ്വപ്നം കാണുന്ന ഒരു കർത്താവുണ്ട്. 3.5 വർഷക്കാലം ഇവിടെ ജീവിച്ച് ആ കാൽവറിയിൽ ക്രൂശിതനായി കിടക്കുന്ന, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവ് അതല്ല. ഉയർപ്പിച്ച്, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, യോഹന്നാൻ പത്മോസിൽ കണ്ട, എഹെസ്കേൽ കണ്ട, ദാനിയേൽ കണ്ട, യോഹന്നാൻ പത്മോസിൽ കണ്ട ആ കർത്താവായ യേശു ക്രിസ്തുവിനെ, അവനെ എല്ലാറ്റിലും നിറയ്ക്കുന്നവൻ്റെ എല്ലാറ്റിലും നിറയ്ക്കുന്നവൻ ആരാ? പിതാവായ ദൈവം, സ്വർഗസ്വനായ ദൈവം. എല്ലാറ്റിലും നിറയ്ക്കുന്നവൻ്റെ, ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ നിങ്ങളിത് ഏറ്റെടുത്തോ. ഇത് നീ ഏറ്റെടുത്താൽ, ഈ വചനം നിൻ്റെ ഉള്ളിൽ വീണാൽ, ഇത് കത്തിയാൽ, യു ആർ ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. അവനെ
എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിക്കുക. ആരെ? ഉയർത്തെഴുന്നേറ്റ യോഹന്നാൻ കണ്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ആർക്ക് കൊടുത്തു? വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക്. യോഹന്നാൻ കണ്ട ആ ക്രിസ്തുവിനെ നിനക്ക് ലഭിച്ചിരിക്കുന്നെന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഹൂ ആർ യു? സർവശക്തനായ ദൈവം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ സർവശക്തനായ ദൈവം നിറവാണെന്ന് നിന്നെ നിറച്ചിരിക്കുകയാണെന്ന്. ആരെക്കൊണ്ട്? ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു, പരിശുദ്ധനായ യേശു ക്രിസ്തു എന്ന നമ്മുടെ പുത്രനായ ദൈവത്തിൻ്റെ അസ്തിത്വം നിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നിറഞ്ഞിരിക്കുന്നുവെന്ന്. ശരിയാണോ പ്രിയപ്പെട്ടവരെ? വളരെ വളരെ ശരിയാണ്. ദൈവത്തിൻ്റെ വചനം ആമേൻ പൗലോസ് തന്നെ പല സ്ഥലങ്ങളിലും അത് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ആമേൻ ദൈവത്തിൻ്റെ പൗലോസ് എഴുതിയ കൊലോസ്യൻ്റെ അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. ക്രിസ്തുവിൽ. ഏത്? ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഞാൻ പരിപൂർണരായിരിക്കുന്നു. ഇനി വാട്ട് മോർ യു നീഡ് ടു ഗെറ്റ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വാട്ട് മോർ യു നീഡ്? നിനക്കിനി എന്താ ഇതിൽ കൂടെ വേണ്ടത്? സ്വർഗത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിനക്ക് തന്നിരിക്കുന്നു എന്ന്. ആണോ? ആണ്. അബ്സല്യൂട്ട്ലി ട്രൂ. കാരണം നീ ആരാ? നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാ നിന്റെ ശരീരം. ഇനി നീ ആരാ? പുരുഷന്റെ തല ക്രിസ്തു. ഏത് ക്രിസ്തു? സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ് നിന്റെ തല. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നീ ആരായിരിക്കണം? ഇനിയും അത് ആരായിരിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പുരുഷന്റെ തല ക്രിസ്തു. ഏത് ക്രിസ്തു? യോഹന്നാൻ പത്മോസിൽ കണ്ട ക്രിസ്തുവാണ് നിന്റെ തലയെന്ന്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ കണ്ട തല, ആ തലയാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് നിന്റെ തല. ഒരു വിശ്വാസിയുടെ, വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസി. അങ്ങനാണെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ശുശ്രൂഷ എന്നാ? പൗലോസ് അത് തന്നെ വിളിച്ചു പറയുന്നു. എന്നാണെന്ന് ചോദിച്ചാൽ, ന്യായവിധിയുടെ ശുശ്രൂഷ, മോശയുടെ മുഖത്ത് നോക്കാതെ വണ്ണം മൂടുപടം ഇട്ട ആ ശുശ്രൂഷ ഇത്ര തേജസ്സുള്ളതായെങ്കിൽ, ആത്മാവിൻ്റെ ശുശ്രൂഷ, നിന്റെ ശുശ്രൂഷ, എന്നെ കേൾക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട ഒരു പുതിയ നിയമ, പുതിയതായി ജനിക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ജനിക്കപ്പെട്ട വീണ്ടും. അതുകൊണ്ട് കർത്താവ് പറയുന്ന, പുതിയതായി ജനിക്കപ്പെട്ടില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടിട്ടില്ലാതെ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാര്യമെന്താ? അങ്ങനെ ജനിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ അവസ്ഥ പൗലോസ് വിളിച്ചു പറയുക. എന്താണ്? ആത്മാവാകുന്ന കർത്താവിൻ്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പുതുമയായി നീ രൂപാന്തരപ്പെടണമെന്നുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ആ എഫേസ്യറിൻ്റെ അവസാന 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം കൺഫേം ചെയ്യാണ് അതിൽ കൂടെ. ആമേൻ. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലായിരിക്കുന്നത്. അവൻ നിന്റെ തലയായി തീർന്ന് നീ ഈ ഭൂമിയിലാണ് വസിക്കുന്നത്. ഹൗ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അത് ആ എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ ആ ആദ്യ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു പൗലോസ് ദൈവവചനത്തിൽ കൂടെ. എന്ന് പറഞ്ഞാൽ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ക്രിസ്തേശുവിൽ ജീവിപ്പിച്ചു. അവൻ്റെ ഉയർപ്പിൽ ആ പഴയ നിയമ വിശ്വാസികൾ, വിശ്വസ്തന്മാർ മുഴുവൻ അവൻ്റെ മരണത്തിൽ കല്ലറ തുറന്നു. അവൻ്റെ ഉയർപ്പിൽ പഴയ നിയമ വിശ്വാസികളുടെ, വിശുദ്ധന്മാരുടെ ശരീരം, ഐ ആം വെരി ക്ലിയർ, ശരീരം ബോഡി ഉയർത്തെഴുന്നേറ്റു.
ആമേൻ. അവൻ്റെ കാരണം അവൻ ആദ്യജാതനായേണ്ടത് കൊണ്ട് അവനെ ആദ്യമായിട്ട് പുനരുത്ഥാനം ചെയ്യുവാൻ പറ്റുകയുള്ളൂ. രണ്ടാമതാണ് പഴയ നിയമ വിശ്വാസികൾ. ആമേൻ. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റു, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ പുതിയ നിയമം, അത് പഴയ നിയമ വിശ്വാസി. കർത്താവ് മാർത്തയോട് പറഞ്ഞ, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞ ആ വചനം വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ നീ അത് വിശ്വസിച്ചു കൊള്ളണം. ആമേൻ. നീ ക്രിസ്തുവിൽ മരണത്തെ ജയിച്ചു. നീ ആ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നീ മരണത്തെ ജയിച്ചവനാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രണ്ടാമത്തെ അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കർത്താവ് പറഞ്ഞു, മർത്തിയോട് വീണ്ടും പറഞ്ഞു, എൻ്റെ സഹോദരൻ, കർത്താവേ വേണ്ട, എനിക്ക് കാണുന്നതൊക്കെ കണ്ടാൽ മതി. എൻ്റെ സഹോദരൻ, അവളൊരു കംഫർട്ട് സോണിലായിരുന്നു. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം കർത്താവ് അവളെ വീണ്ടും കറക്റ്റ് ചെയ്തു. മറ്റേ ഐ എം ദ റെസറക്ഷൻ ആൻഡ് ലൈഫ്. പ്രിയപ്പെട്ടവരെ, ദിസ് ഷുഡ് ബി ദ ബേസിക്സ് ഓഫ് എ ചർച്ച്. സഭകളുടെ അടിസ്ഥാനം ഇതായിരിക്കണം. ഐ എം ദ റെസറക്ഷൻ ആൻഡ് ലൈഫ്. ഐ എം ദ റെസറക്ഷൻ ആൻഡ് ലൈഫ്. അതുകൊണ്ട് ആ എഫേസ്യർ 2 ഭാഗത്ത് വചനം പറയുകയാണ്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ച് നിങ്ങളെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. എവിടെ ഇരുത്തിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളത് അങ്ങ് വിട്, സ്വർഗത്തിലുള്ളത് ചിന്തിപ്പേൻ. പൗലോസ് സത്യം തിരിച്ചറിയാം. അതുകൊണ്ടാണ് പൗലോസ് അത് പറഞ്ഞത്. നിങ്ങൾ ഭൂമിയിലുള്ളത് വിട്, നിങ്ങൾ സ്വർഗത്തിലുള്ളത് ചിന്ത. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഇപ്പം ഒരു വിശ്വാസി, വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസി എവിടെ ഇരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനോടുകൂടെ സ്വർഗത്തിലിരുത്തിയിരിക്കുക. നിങ്ങൾ യു ആർ സീറ്റഡ് ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ്, അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഫാദർ ഗോഡിന്. ഇതെങ്ങനെ സാധിക്കും? വിശ്വാസത്താൽ, ഇൻ സ്പിരിറ്റ്, നോട്ട് ഇൻ യുവർ ബോഡി. വിശ്വാസത്താൽ, ഇൻ സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ, ആത്മാവിൽ നിങ്ങൾ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആത്മാവിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ രാജ്യം ഏതാ? അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഐ എം ദ റെസറക്ഷൻ ആൻഡ് ലൈഫ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടും. അത് ഈ ശിഷ്യന്മാർക്ക് പോലും അത് പ്രോപ്പറായിട്ട് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ. കാരണം ആ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ച അനുഭവമാണ്. അതാ കർത്താവ് പറഞ്ഞത്, ഈ കൂടി നിൽക്കുന്നവർ, എൻ്റെ കൂടി നിൽക്കുന്നവരിൽ ചിലർ മരണം ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. ദിസ് ഈസ് നോട്ട് മെൻ ഫോർ എവരിബഡി. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലയോ? ഞാൻ ഈ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും ഒരാളിത് വിശ്വസിച്ചാൽ, യു ആർ എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ അറ്റ് യുവർ ലൈഫ് ഇൻ ഹിയർ. നീ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ആ സ്വർഗരാജ്യത്തിൽ നടക്കാൻ നീ പഠിക്കും. ആമീൻ. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാലം തികഞ്ഞിരിക്കുന്നു. വൺ ഹു ബിലീവ്സ്, സ്വർഗവും ഭൂമിയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ ഒന്നായി ചേർന്നിരിക്കുന്നു. അങ്ങനെ ഒന്നായി ചേർന്നവൻ എന്താ സംഭവിക്കുന്നത്? അവൻ ഏത് രാജ്യത്തിലാണ് സംഭവിക്കുന്നത്? അതാ പറഞ്ഞത്, അടുത്ത വചനമാണ് പറയുന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. വിശ്വസിക്കുന്നവൻ അതിൽ കയറും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ. ആ സ്വർഗരാജ്യത്തിന് സ്വഭാവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ രാജ്യം ഒരു വിശ്വാസിയുടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വീണ്ടും ജനിക്കപ്പെട്ട ആ ഉയർത്തെഴുന്നേറ്റ പുനരുത്ഥാനത്തിൻ്റെ അനുഭവമുള്ള ഒരു വിശ്വാസിയുടെ രാജ്യം ഹൈഹികമല്ല, അല്ല. അത് സ്വർഗീയമാണ്, സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമാണ്. ആമേൻ. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാ പ്രിയപ്പെട്ടവരെ. ആകയാൽ ഈ സ്വർഗരാജ്യത്തിലേക്കാണ് നിന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ മരണത്താൽ ഈ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നിന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആ സ്വർഗരാജ്യത്തിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് ചില നിയമങ്ങളുണ്ട്. ബി വെരി ക്ലിയർ ഓൺ ദാറ്റ്. ആ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനത് പ്രസംഗിച്ചിട്ടില്ല. ദ ലോസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ആ സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരു
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വീണ്ടും ജനിക്കപ്പെട്ട ഒരു പൈതലിൻ്റെ, ഒരു മകനിൽ നിന്ന് വെളിപ്പെട്ടു വരേണ്ട ആമേൻ ആമേൻ സ്വഭാവങ്ങൾ വെളിപ്പെട്ടു വരേണ്ട, ഐ വുഡ് സേ ദൈവിക സ്വഭാവങ്ങൾ, ആത്മാവിൻ്റെ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവത്തിലായിരിക്കണം, ഈ നിയമത്തിലായിരിക്കണം, ഈ ലോസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവനിലായിരിക്കണം ഒരു സഭ, ഒരു ക്രിസ്ത്യൻ ചർച്ച് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്. ദാറ്റ് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ. ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങൾ. പഴയ നിയമത്തിൽ ഒത്തിരി നിയമങ്ങൾ നമുക്ക് തന്നു. ആ നിയമങ്ങൾ മുഴുവൻ മാറ്റിയിട്ടാണ് രക്തത്താൽ അവനൊരു പുതിയ നിയമം, ഇതെൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞ് ആ രക്തം നമുക്ക് തന്നത്. നമ്മുടെ സകല ശാപ പാപ അകൃത്യ കറകളെയും അവൻ്റെ മരണത്താൽ, ഈ രക്തത്താൽ കഴുകിയവൻ ശുദ്ധീകരിച്ച് നമ്മളെ അവനോടുകൂടി ഉയർപ്പിച്ച് വീണ്ടും ജനിപ്പിച്ച് ഈ സ്വർഗരാജ്യത്തിൽ അവനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗരാജ്യത്തിന് നിയമങ്ങളുണ്ട്. ക്ലിയർ, വെരി ക്ലിയർ. ആ നിയമങ്ങളുടെ പേരാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് വരെ കേൾക്കാൻ സാധ്യതയില്ലാത്ത ആ നിയമങ്ങൾ ഞാൻ ഇന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറയുകയാണ്. മാത്യു 5:6-7. ഇത് സ്വർഗരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് പ്രിയപ്പെട്ടവരെ. മത്തായി 5:6-7. ഞാൻ ഒറ്റ വാക്കിൽ അത് സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രം. നിൻ്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാം, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കാം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ സ്വഭാവം. വൺസ് യു എൻ്റർ ഇൻ ടു ദാറ്റ് കിങ്ഡം അനോയിൻറ്റഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, നീ വീണ്ടും ജനിക്കപ്പെടുന്നത് ആത്മാവിനാലാണ്. ആ ശിഷ്യന്മാർ ഇതൊക്കെ ആണെങ്കിലും 3.5 വർഷക്കാലം കൂടെ നടന്നെങ്കിലും അവർ ജഡീകരായിരുന്നു. അവരെപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് സ്റ്റെപ്പിൻ ചെയ്തതെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? ആ മർക്കോസിൻ്റെ മാളിക മുറിയില്ല. ആ മാളിക മുറിയിൽ പിളർന്നിരിക്കുന്ന അഗ്നിനാവ് പോലെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവരെ നിറച്ചു. അവർ നിന്നിരുന്ന സ്ഥലം വീട് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞപ്പോഴാണ് ഈ ജഡീക ബന്ധം അവരിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോയി. അതാ പത്രോസ് വിളിച്ചു പറഞ്ഞത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതും നിനക്ക് തരുന്നു, നാസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിൽ നിന്നെ ഇരുത്തിയിരിക്കുന്നു എങ്കിൽ എന്ന് നീ വിശ്വസിച്ചാൽ നിന്നിൽ നിന്നും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇറ്റ്സ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവിക തേജസ്സ. നീ ഇരിക്കുന്ന നിൻ്റെ വസ്ത്രം തൊട്ടാൽ രോഗി സൗഖ്യം പ്രാപിക്കണം. നീ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യം പ്രാപിക്കണം. നിന്റെ ലാവണ്യമുള്ള വാക്കുകൾ കേട്ട് അനേകായിരങ്ങൾ ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് ദ റിയാലിറ്റി. ദിസ് ഈസ് ദ റിയാലിറ്റി. ഈ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ഈ സ്വർഗരാജ്യത്തിൽ കർത്താവ് നമ്മളെ ആക്കി. അതാണ് സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. വിശ്വസിക്കുന്നവനെ അത് ഏറ്റെടുത്തുകൊള്ളുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും ബേസിക് പാർട്ടാ നിൻ്റെ ആത്മാവ് മാത്രമല്ല, നിൻ്റെ ശരീരം. അതിനെ ഹൗസ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ ആത്മാവിനെ ഹൗസ് ചെയ്യുന്ന നിൻ്റെ ശരീരം. ആ ശരീരത്തിനാണ് ആദ്യം ദൈവം വിടുതൽ നൽകിയത്. ക്യാൻ യു ബിലീവ് ദാറ്റ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 3.5 വർഷക്കാലം പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതെന്താ? ഹി ഹീൽഡ് എവരിബഡി. അവരുടെ സകല രോഗികളെയും സൗഖ്യമാക്കി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്ന ഈ ശരീരത്തിൽ അത് ആരോഗ്യമുള്ളതായിരിക്കണം, അത് ബലമുള്ളതായിരിക്കണം, അത് സൗഖ്യമുള്ളതായിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. ആമീൻ. ആകയാൽ കർത്താവ് തൊട്ടവരും അവൻ പ്രാർത്ഥിച്ചവരും അവനെ കണ്ടവരും സകലരും നാനാവിധ രോഗങ്ങളിൽ നിന്നും അവർ സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, കാലം തികഞ്ഞിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പോക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. പ്രിയപ്പെട്ടവരെ, ദിസ് ഓൾ ഈസ് കൺസേണിങ് അവർ ബോഡി. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കേണ്ട മന്ദിരമാണിത്. ഇത് ദുഷ്ടനാൽ പീഡിപ്പിക്കപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം അത് നമ്മളെ വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കുന്നു. ഇതാ അവൻ എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇതാ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ നിനക്ക് വേണ്ടി ഉദിക്കുന്നു. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിനക്ക് സൗഖ്യം വരുത്തുകയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും. സാക്ഷാൽ നിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു, നിന്റെ വേദനകളെ അവൻ ചുമന്നു. നിന്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ദ പ്രൈമറി ഫോക്കസ്,
കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം സകല രോഗികളെയും കർത്താവിൻ്റെ അടുക്കൽ വന്നവരെ സൗഖ്യമാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ് മാത്രമല്ല, നിന്റെ ശരീര പ്രാണ ആത്മദേഹികളെ സ്വർഗസ്വനായ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു ക്രിസ്തുവിൽ കൂടെ. അതുകൊണ്ടാണ് വിശുദ്ധന്മാരായ പഴയ നിയമ വിശ്വാസികൾ ആത്മാവ് മാത്രമായിട്ടല്ല പോയത്, ആ ശരീരത്തോടുകൂടി ശരീര പ്രാണ ആത്മദേഹികളോടുപോയി ഉയരത്തിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇനിയും ആമേൻ, ഈ വിശുദ്ധിയിലേക്കും ഈ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കും നിന്നെ വീണ്ടും ജനിപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നുവെങ്കിൽ നീ ആരാണ്, നീ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. യു ആർ എ കിങ്. നീ രാജാവാ, നീ രാജാവാ. പൗലോസ് അത് വചനത്തിൽ പറയുന്നു, നീ രാജകീയ പൗരോഹിത്യ വർഗമാണെന്നുള്ളത്. പഴയ നിയമത്തിൽ രാജാവ് വേറെ പുരോഹിതൻ വേറെ. എന്നാൽ ഇവിടെയോ നീ രാജാവും പുരോഹിതനുമാ. ആണോ? അതെ, പൗലോസ് അത് പറഞ്ഞിരിക്കുന്നു, രാജകീയ പൗരോഹിത്യ വർഗം. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരുടെ ആത്മാവിനെ അവൻ കണ്ടു. അവർ ദൈവത്തിനും കുഞ്ഞാടിനും രാജാവും പുരോഹിതന്മാരുമായി ഭൂമിയിൽ വാഴുന്നു. പ്രിയപ്പെട്ടവരെ, മോർ ദാൻ 99% ഓഫ് ക്രിസ്ത്യൻസ് ബിലീവ് ദാറ്റ് അവിടെ നിന്റെ വാഴ്ച ആവശ്യമില്ല. നീ രാജാവും പുരോഹിതനുമായി സ്വർഗത്തിൽ നീ വാഴണ്ട മോനെ. ആമേൻ, ഹല്ലേലൂയ. കാരണം എന്നാ? സ്വർഗത്തിൽ നിനക്ക് രാജാവുണ്ട് മകനെ. പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു നിന്റെ രാജാവാ. ആമേൻ. പിന്നാരാ? നീയാണോ പുരോഹിതൻ? സ്വർഗത്തിലെ യാഗപീഠത്തിൽ ആമേൻ യാഗം കഴിക്കപ്പെട്ട കുഞ്ഞാട് അവിടെ നിൽക്കുക നിന്റെ മഹാപുരോഹിതനായിട്ട്. നീ വിചാരിക്കുക ഇതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് നോട്ട് ആസ് പെർ ദ വേർഡ് ഓഫ് ഗോഡ്. മനുഷ്യനത് വിശ്വസിക്കുക, മനുഷ്യനത് ഡീവിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ് സഭകളിൽ മുഴുവൻ. അവിടെ നീ സ്വർഗത്തിൽ നിനക്ക് അവിടെ നിന്റെ രാജ്യത്വം വേണോ? സ്വർഗത്തിൽ നിന്റെ പൗരോഹിത്യം വേണോ? ബിക്കോസ് സ്വർഗത്തിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം രാജാതിരാജാവാ. അവിടെ നീ ആരാ? 2, പുത്രനായ ദൈവം മഹാപുരോഹിതനാ. നിന്റെ പൗരോഹിത്യവും രാജ്യത്വം അവിടെ വേണ്ട. ആമേൻ. അവിടെ നീ അവൻ്റെ മകനാ, മക്കളാ. ആമേൻ. അപ്പോൾ നീ എവിടെ വാഴേണ്ടത്? വിശ്വാസത്താൽ, ഇൻ സ്പിരിറ്റ്, ആത്മാവിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നീ വാഴുന്നത് എങ്ങനെ? ആത്മാവിനാൽ, വചനത്താൽ. നീ രാജാവും പുരോഹിതനുമായി നീ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നീ വാഴും. അത് ഉൽപ്പത്തിയിലെ ലഭിച്ചിരിക്കുന്ന കൽപ്പനയാ, അനുഗ്രഹമാ. പിതാവായ ദൈവം, നീ ഭൂമിയിൽ സകലതിനെയും അടക്കി നീ വാഴും. സകല ഭൂചര ജന്തു, സകല സമുദ്രത്തിലെയും സകലത്തിനെയും നീ അടക്കി വാഴും. ഇവിടെയോ ക്രിസ്തുവിൻ്റെ മരണത്താൽ, ഉയർത്തെഴുന്നേൽപ്പിനാൽ നീ വാഴാനുള്ള അധികാരം നിനക്ക് ലഭിച്ചു. അതെങ്ങനെ ലഭിച്ചു? ദൈവവചനത്താൽ. എന്തുവാ? നിനക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ. ഇപ്പോൾ ആൾക്കാരത് ഒരു വിഷയമല്ല, നമുക്കായിട്ടത് ഏറ്റെടുക്കുകയില്ല മനുഷ്യൻ. കാരണം എന്നാ? നടുവിൽ, ഏത് നടുവിൽ? വാക്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അത് ആകാശത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവനെ, നിന്റെ ശരീര പ്രാണ ആത്മദേഹികളിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എല്ലാ വാഴ്ചകളെയും അധികാരം ആയുധവർഗം വെപ്പിച്ച് അവൻ്റെ കാൽ കീഴാക്കി പരസ്യമായ കാഴ്ചയാക്കി. സോ ഇറ്റ്സ് എ ഫിനിഷ്ഡ് വർക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ ഷിബുവിനെ രാജാവാക്കിയിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏത് വ്യക്തിയെയും ഞാൻ രാജാവാക്കിയിരിക്കുന്നു. I have redeemed and restored him. അവന് വാഴുവാനുള്ള അധികാരം ഞാൻ കൊടുത്തിരിക്കുന്നു. ഇൻ സ്പിരിറ്റ്, ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും വാഴുവാൻ, വിശ്വാസത്താൽ വാഴുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് എ റിയാലിറ്റി. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങളോട്. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ വചനം മാത്രം, പ്യുവർ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ അനുഭവങ്ങളോ എൻ്റെ സാക്ഷ്യങ്ങളോ ഞാൻ കണ്ടതിനെയും കേട്ടതിനെയും ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ പ്യുവർ വേർഡ് ഓഫ് ഗോഡ്. നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് രാജാവും പുരോഹിതനുമായി ഈ ഭൂമിയിൽ വാഴുവാൻ. എങ്ങനെ? ആത്മാവിനാലും വചനത്താലും വാഴുവാൻ. എങ്ങനെ? ആത്മാവിനാൽ. നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്ത് നീ വാഴുവാൻ, വിശ്വാസമെന്ന പരിചയെടുത്ത് നീ വാഴുവാൻ. ആമേൻ. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക സകലത്തിൻ്റെ മേലും വാഴുവാൻ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ അധികാരം, ഈ അവകാശം നിങ്ങൾ ഏറ്റെടുത്തു. ആമേൻ. അവൻ നിൻ്റെ രാജാവാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അവൻ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ വാട്ട് ബിസിനസ് ഐ ഹാവ് ടു ഡു വിത്ത് ദാറ്റ്? എനിക്കൊരു ബിസിനസ്സും ഇല്ല. എനിക്കെന്ത് പ്രയോജനം?
അതുകൊണ്ട് ആ തകർച്ചയിൽ സങ്കടത്തോടു കൂടിയാണ് കർത്താവ് യോഹന്നാനെ നോക്കിയപ്പോൾ, യോഹന്നാനെ വൈ, നീ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? ഞാനങ്ങ് പറയുക, കർത്താവ് കരഞ്ഞു അവിടെ. ഞാൻ പറയുക, എനിക്ക് ഐ കുഡ് ഫീൽ ദാറ്റ്. ലിറ്ററലി ഹി മൈറ്റ് ഹാവ് വെപ്റ്റ് ഇൻ ഹിസ് ഹാർട്ട്. യോഹന്നാനെ, നീ എന്നെ കണ്ടു, കേട്ടു, സ്വർഗം സഡ്, ഇതെല്ലാം കണ്ടിട്ടും നീ എന്തുകൊണ്ടാണ് വിശ്വസിച്ചു? യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യപ്പെടുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്പസമയം, ഏതാണ്ട് 30 മിനിറ്റ് ആകുന്നു. ഈ വചനം നിങ്ങൾ കേട്ടു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിനും കുഞ്ഞാടിനും രാജാവും പുരോഹിതനുമായി ഈ ഭൂമിയിൽ നീ സ്വർഗരാജ്യം പിടിച്ചടക്കി സകലത്തിനു മേലും വാഴുവാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം സംസാരിപ്പാൻ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് ഇതെനിക്ക് വെളിപ്പെടുത്തി തന്നു. പ്രിയപ്പെട്ടവരെ, ഈ 2 വീഡിയോയും നിങ്ങൾ കാണണം. ആൻഡ് റിമൈൻ ബ്ലെസ്ഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി, ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തിയും ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.